ചന്ദ്രൻ്റെ രത്നമാണ് മുത്ത്. ഈ മുത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് 7 വയസ്സ് വരെ മുത്തും ചന്ദ്രകാന്തവും ലോക്കറ്റായിട്ട് ധരിക്കുന്നത് അവരുടെ ബാലാരിഷ്ടതയുമായിട്ട് ബന്ധപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലോകമൊട്ടാകെ ആ രീതി നിലവിലുണ്ട്. അപ്പോൾ 7 വയസ്സ് വരെ ഒരു കുട്ടിക്ക് മുത്തും ചന്ദ്രകാന്തവും ധരിക്കാം, മുത്തുമാല ധരിക്കാം. അപ്പോൾ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ കഴുത്തിൽ തന്നെ മുത്തുമാല ധരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഭാഗമുണ്ട്. കുട്ടിയുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടി മുത്തുമാല ധരിക്കാനായിട്ട് പറയുന്ന ഒരു ഭാഗം ഭാഗവതത്തിലുണ്ട്. അപ്പോൾ പാരവാണി കാലം തൊട്ടേ മുത്ത് രാജാക്കന്മാരും എല്ലാം മുത്ത് ധരിക്കുന്നത് കാണാം. അപ്പോൾ ജാതകപ്രകാരം മനസ്സിൻ്റെ നിയന്ത്രണമാണ് ചന്ദ്രനുള്ളത്. ജ്യോതിഷത്തിൻ്റെ നിയമപ്രകാരം മനസ്സിൻ്റെ നിയന്ത്രണമാണ് ചന്ദ്രനുള്ളത്. അപ്പോൾ ചന്ദ്രൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ധരിക്കാം. പിന്നെ വേറൊരു ഗുണമുള്ളത്, വളരെ അപൂർവം ലഗ്നക്കാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മുത്ത് പൊതുവേ ധരിക്കാം. അതിൻ്റെ കാരണം ചന്ദ്രന് മറ്റ് ഗ്രഹങ്ങളുമായി ശത്രുതയൊന്നുമില്ല, ചന്ദ്രനോട് ശത്രുതയുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവേ മുത്ത് ധരിക്കുന്നത് ഈ മാനസിക സംഘർഷങ്ങളുള്ള ആൾക്കാർക്കെല്ലാം മുത്ത് ധരിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണമുണ്ടാവും. അതുപോലെ ഈ ഓർമ്മശക്തി പ്രശ്നം, അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന വിഷയം, ഇതിനെല്ലാം മുത്ത് വളരെയധികം പരിഹാരമാണ്. പിന്നെ ട്രാങ്കുലൈസർ രത്നമായിട്ടാണ് രത്നത്തെ ഈ മുത്തിനെ കണക്കാക്കുന്നത്. മുത്തിന് പകരം ധരിക്കുന്ന രത്നമാണ് ചന്ദ്രകാന്തം. ചന്ദ്രകാന്തത്തിൻ്റെ ഗുണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രകാന്തത്തിൽ തേയ്മാനം വളരെ കുറവാണ്. മുത്തിനെ സംബന്ധിച്ചിടത്തോളം തേയ്മാനമുള്ള രത്നമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതൊരു സൂക്ഷിക്കാൻ കുറച്ച് പാടാണ് മുത്ത്. അപ്പോൾ നമ്മൾ മുത്ത് പൊതുവെ ധരിക്കുന്നത്, ഒന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ചന്ദ്രൻ്റെ നക്ഷത്രക്കാർക്കെല്ലാം പൊതുവെ മുത്ത് ധരിക്കാം, ദോഷമൊന്നും വരാറില്ല. പിന്നീട് കർക്കിടക ലഗ്നം, ചിങ്ങലഗ്നം, വൃശ്ചിക ലഗ്നം, അതുപോലെ മീനലഗ്നം, മേടലഗ്നം, ഇത്രയും ലഗ്നക്കാർക്ക് മുത്ത് കോമണായിട്ട് ധരിക്കാം. മുത്ത് ധരിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുന്നതാണ്. സമാധാനത്തിൻ്റെ രത്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തിങ്കളാഴ്ച രാവിലെ സൂര്യോദയം മുതൽ 1 മണിക്കൂറിനകം ആദ്യമായിട്ട് മുത്ത് ധരിക്കുക. കറുത്തവാവ് കഴിഞ്ഞിട്ട് വരുന്ന 5 ദിവസത്തിന് ശേഷം ധരിക്കുന്നതാണ് നല്ലത്. ആ ദിവസം കണക്കാക്കിയിട്ട് വേണം ധരിക്കാൻ. ചന്ദ്രൻ്റെ പക്ഷബലം തീരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് മുത്ത് ആദ്യമായിട്ട് ധരിക്കുന്നത് നല്ലതല്ല. പൗർണമി ദിവസം ധരിക്കുന്നത് വളരെ നല്ലതാണ്. തിങ്കളാഴ്ച രാവിലെ 6:45, 7:15 സാധാരണയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം. പിന്നെ തിരുവോണം, രോഹിണി, അത്തം ഈ നക്ഷത്രക്കാർക്കും പൊതുവിൽ മുത്ത് ധരിക്കാം. മാനസിക സംഘർഷങ്ങളുള്ളവർക്കെല്ലാം മുത്ത് ധരിക്കാം, കുഴപ്പമൊന്നുമില്ല. ചില ലഗ്നക്കാർക്ക് പറ്റത്തില്ല, അത് ജാതകം നോക്കിയിട്ട് ചെയ്യണം. കോമണായിട്ട് മുത്ത് ദോഷമൊന്നും ചെയ്യാറില്ല ആർക്കും. സമാധാനത്തിൻ്റെ രത്നമാണ്. ലോകമൊട്ടാകെ അത് ഉപയോഗിക്കുന്നുണ്ട് ഇത്തരം വിഷയത്തിന് വേണ്ടിയിട്ട്. മുത്തുമാലയായിട്ടും ധരിക്കാം. ചന്ദ്രകാന്തം ആണ് ഇതിൻ്റെ ഈ ക്വാളിറ്റി മെയിൻ്റനൻസിനുമൊക്കെ നല്ലത്. ചന്ദ്രകാന്തമാണ്. ഒരു വെളുത്ത പ്രൊഫൈൽ, ഒരു വെളുത്ത ലൈൻ അതിൻ്റെ മുകളിൽ വരും, അതാണ് ചന്ദ്രകാന്തം എന്ന് പറയുന്നത്. അത് ശരിക്കും അത് ഖനിജ രത്നമാണ്, അതുകൊണ്ട് വലിയ കേടുപാടുകളൊന്നും വരാത്തില്ല. മുത്ത് ഓർഗാനിക് രത്നമാണ്. മുത്ത് ചെപ്പിക്കകത്തുനിന്ന് കിട്ടുന്ന രത്നമായതുകൊണ്ട് അതിന് ചില കേടുപാടുകളില്ല. രാസപദാർത്ഥങ്ങളെ നേരിടാനുള്ള കപ്പാസിറ്റി ഒന്നും മുത്തിനില്ല. മുത്ത് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ മുത്ത് കുറച്ച് കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും. ഇത് കാൽഷ്യം കാർബണേറ്റ് സംയുക്തമാണ്. അതാണ് മുത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുത്ത് ധരിച്ചാൽ സമാധാനം ഉണ്ടാകുമെന്ന് പറയാം.